സത്യസന്ധമായിട്ട് ബയോഡാറ്റ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എൻ്റെ ചില എക്സ്പീരിയൻസുകൾ, ഞാൻ കുറച്ചു കാലം പുറത്തായിരുന്നു, ആ എക്സ്പീരിയൻസ് അടക്കം ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആൾ ചോദിച്ചു. കാരണം പുറത്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂറോപ്പിലായിരുന്നു കുറച്ചു കാലം. അപ്പോൾ ഈ പഠനത്തിന്റെ ഭാഗമായി. പഠന സംബന്ധമായി പോയി ഒരു ചെറിയൊരു സ്കൂളിൽ കുറച്ചു കാലം സ്പെൻഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സ്കൂളിംഗ് രീതികളുടെ വ്യത്യാസവും നമ്മുടെ കേരളത്തിലെ സ്കൂൾ രീതി അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്കൂളിംഗ് രീതികളുടെ വ്യത്യാസം എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ടെന്ന് വരെ ഇന്റർവ്യൂള്ളവർ ചോദിച്ചിരുന്നു. കാരണം നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതൊക്കെ ചോദിച്ചിരുന്നു. അത് വളരെ സീരിയസ് ആയിട്ടാണ് ചോദിച്ചത്. അത് പ്രാവർത്തികമാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചോദിച്ചത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇവിടുത്തെ ന്യൂനതകളും ഇവിടുത്തെ അഡ്വാൻറ്റേജുകളും കൃത്യമായിട്ട് തന്നെ ബോധിപ്പിക്കുകയുണ്ടായി ഇൻ്റർവ്യൂ പോകുന്നത്. പിന്നെ ബയോഡാറ്റയിൽ നിന്നും എനിക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു ഇൻഫോസിസിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് സ്കൂളുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കുട്ടികളുടെ ഇൻ്റർവ്യൂവിങ് സ്കില്ലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ നിങ്ങളെപ്പോലുള്ള അധ്യാപകർക്ക് സാധിക്കും എന്നുള്ള രീതിയിലൊക്കെ ഒരു നല്ലൊരു ഫീഡ്ബാക്കാണ് തന്നത് ഇൻ്റർവ്യൂ ബോർഡിൽ നിന്ന്.